ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റിന്റെ യോഗം മെരിലാൻഡ് ഹോട്ടലിൽ നടന്നു. AKCDA ജില്ലാ പ്രസിഡന്റ് പ്രസന്നകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി TK അനിൽ മുഖ്യപ്രഭാഷണം നടത്തി. പിന്നീട് പറയാനുള്ളത് സർക്കാരിന്റെ ക്ഷേമനിധി, പ്രത്യേകിച്ച് നമ്മുടെ എംപ്ലോയീസിന് ക്ഷേമനിധി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ക്ഷേമനിധിയിൽ നമ്മൾ ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് 50 രൂപ എംപ്ലോയറും 50 രൂപ എംപ്ലോയിയുമാണ്. ഇവരൊരു 2 വർഷം കഴിഞ്ഞ് ഡിസ്കണ്ടിന്യൂ ചെയ്താലും അവരുടെ പെൻഷൻ ടൈമിൽ ഈ ക്ഷേമനിധി കിട്ടുന്നതായിരിക്കും. അപ്പം ഇപ്പോഴ് പഴയ പോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് അറിയാം, ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കടകളിൽ വരുമായിരുന്നു ഇൻസ്പെക്ഷനായിട്ട്. ഇപ്പോൾ അവർ രണ്ടാമത് ഇൻസ്പെക്ഷനായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിവതും ക്ഷേമനിധിയിൽ നമ്മുടെ എംപ്ലോയീസിന് ഉള്ള സർക്കാരിൽ നിന്ന് തരുന്ന ആനുകൂല്യം കിട്ടാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ നമ്മുടെ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ നിങ്ങൾ വരാത്ത കാരണമാണ് നമ്മളൊരു ഇൻഷുറൻസ് എന്ന് വെച്ചാൽ ഇപ്പം സംഘടനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആൾക്കാരെ സഹായിക്കാനുള്ളൊരു അവസ്ഥയല്ല. ദൈനംദിന കാര്യങ്ങൾക്ക് തന്നെ നമ്മൾ ബുദ്ധിമുട്ടുന്ന കാരണം നമ്മളൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എന്ന് വെച്ചാൽ നമ്മളെ സമീപിച്ചതും ആയ ബാങ്ക് എന്ന് വെച്ചാൽ SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അവർ നല്ല രീതിയിൽ അന്ന് വന്ന് അവരുടെ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കടയുടെ ഫയർ, തെഫ്റ്റ്, ഫ്ലഡ്, അത് പ്രധാനമായിട്ട് ഞങ്ങൾ ഇറങ്ങാൻ കാര്യം കുട്ടനാട്ടിലുണ്ടായ കഴിഞ്ഞ പ്രളയ സമയത്ത് 26 കടകളാണ് ദിവസങ്ങളോളം വെള്ളത്തിനടിയിൽ പോയത്. ഈ 26 ദിവസം കടയിൽ പോയതിൽ നമ്മൾ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേറ്റ് പ്രസിഡന്റും സെക്രട്ടറി ഉൾപ്പെടെ നമ്മുടെ ജില്ലാ കമ്മിറ്റി, ഞാനും പ്രസിഡന്റും നമ്മുടെ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ എല്ലാവരും കുട്ടനാട്ടിൽ പോവുകയും ഈ 21 കടയ്ക്ക് ഫ്രിഡ്ജ് നമ്മൾ സൗജന്യമായി കൊടുത്തു. അത് നമ്മുടെ നാഷണൽ AICD സപ്ലൈ ചെയ്ത കാരണമാണ്. അല്ലെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള സാമ്പത്തികം ഇല്ലായിരുന്നു. AICDയുടെ സഹായത്തോടെ നമ്മൾ 21 ഫ്രിഡ്ജ് നമ്മൾ കൊടുക്കുകയുണ്ടായി. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇൻഷുറൻസിൻ്റെ കാര്യം ആലോചിച്ചത്. അപ്പോൾ ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് എത്രയും വേഗം അജി മംഗലത്ത് സ്വാഗതം പറഞ്ഞു. അശോകൻ നായർ അധ്യക്ഷനായി. AKCDA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുഭാഷ്, വിനോദ്, ജോൺസൺ, അനസ്, വിവേകാനന്ദൻ എന്നിവർ സംസാരിച്ചു. ആന്റിബയോട്ടിക് മരുന്നുകളുടെ ഉപയോഗത്തെക്കുറിച്ച് ഡ്രഗ്സ് ഇൻസ്പെക്ടർ മഞ്ജു പ്രതാപ് ക്ലാസ് നയിച്ചു. അത്രയും നമ്മുടെ ഗവൺമെന്റും ആഗോളതലത്തിലുള്ളൊരു പ്രശ്നമാണിത്. അപ്പോൾ ഗവൺമെന്റ് എത്രത്തോളം ഇതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇപ്പോഴത് നമ്മുടെ മിനിസ്റ്റർ തന്നെ ഇപ്പോൾ ഈ അടുത്തുള്ള പത്രസമ്മേളനങ്ങളിലും വാർത്തയിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. മിനിസ്റ്റർ അത്രയും ഇമ്പോർട്ടൻസ് എടുത്തുകൊണ്ട് തന്നെ ഇതിനെതിരെ ഈ ഒരു ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന് കാരണമാകാവുന്ന നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളെ അതീവ ഗുരുതരമായി കാണുകയും അതിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റൽ നടപടികളിലേക്ക് പോകുവാൻ നമുക്ക് ഡിപ്പാർട്ട്മെന്റിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇതിനു മുൻപ് ഡിപ്പാർട്ട്മെന്റ് ക്ലാസ്സുകൾ നടത്തി. അതായത് ഇനി ക്ലാസ്സസ് മതി, ക്ലാസ്സസ് നടത്തുന്നതൊക്കെ മതി, എല്ലാവർക്കും ഒരു ബോധവൽക്കരണം കൊടുത്ത ശേഷം ഇനി ഡയറക്റ്റ് നടപടികളിലേക്ക് പോവുക എന്നുള്ളൊരു തീരുമാനം എടുത്തതിനെ തുടർന്നാണ് നമ്മളന്ന് ക്ലാസ്സസൊക്കെ വിളിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി ഈ ഏരിയയിലൊക്കെ കുറച്ച് ദൂരം കാരണം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അങ്ങനെ അത്ര പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നില്ല. എന്നാലും ഇപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് വരുവാണ്. ഡിപ്പാർട്ട്മെന്റൽ നടപടികൾ സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കുക എന്നുള്ളൊരു സ്റ്റേജിലേക്ക് വരുവാണ്. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾക്ക് ഒരു ക്ലാസ് കിട്ടുന്നത് നല്ലതായിരിക്കും, പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അത് ബോധ്യം വന്ന് ആ രീതിയിൽ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. CDNet ന്യൂസ് കായംകുളം.